കീവിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ്, റിയൽ അലോട്ട്മെന്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ, ലാസ്റ്റ് റാങ്ക്, നിങ്ങളിപ്പോൾ ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് നടത്തിയേക്കുന്നത് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റാങ്കിനുള്ളിൽ ഉൾപ്പെടുന്നവർക്കെല്ലാം ആ കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അടുത്ത പടി മുന്നോട്ട് പോകാം. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെന്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ 2000 രൂപ ഓൾറെഡി ടോക്കൺ അഡ്വാൻസ് അടച്ചിട്ടുണ്ട്. ഇനി ഒരു 8000 രൂപയാണ് സാധാരണ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അടയ്ക്കാനുള്ളത്. സിഇക്കാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ 10000 രൂപ ടോട്ടൽ സിഇക്ക് അടയ്ക്കണം. നമുക്കിപ്പോൾ എത്രയാണോ ഫീസ് ഇപ്പോൾ ആ കോളേജിലുള്ളത് അതിന്റെ ഒരു 10000 രൂപ സിഇക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് നമ്മൾ പിന്നീട് അടച്ചാൽ മതി. ഇപ്പൊ അടയ്ക്കേണ്ട, കോളേജിൽ ഇപ്പൊ പോവുകയും വേണ്ട. ഓക്കെ, ക്ലിയർ ആയല്ലോ. 10000 രൂപ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ 2000 രൂപ അടച്ചിട്ടുണ്ട്. ഇനി 2000 രൂപയും കൂടെ അടയ്ക്കണം. അതിന്റെ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ വരും. അതിനുള്ളിലായിട്ട് അത് അടച്ചു നിർത്തുക. ഫസ്റ്റ് അലോട്ട്മെന്റ് ഇപ്പൊ ഇനിയും നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്, ചിലപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയ ഇലക്ട്രോണിക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് അത് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, 8000 രൂപ അടച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പന്റ് ആവാൻ. അടുത്ത ഓപ്ഷൻ മാറി ഫസ്റ്റ് അലോട്ട്മെന്റിലോട്ട് പോകാൻ, മീൻസ് ഫസ്റ്റ് ഓപ്ഷനിലോട്ട് പോകാൻ വേണ്ടി പൈസ അടയ്ക്കണം. ഓക്കെ, ഇനി പൈസ അടയ്ക്കാത്ത പക്ഷം നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്നും ഔട്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു ഡേറ്റ് ഇപ്പോൾ വരും. ഇപ്പോൾ ഇതാണ് വന്നേക്കുന്നത് നിങ്ങളുടെ അലോട്ട്മെന്റ് എവിടെയാണെന്നുള്ളത്. അതാണ് നമ്മുടെ ഡേറ്റാ ഷീറ്റ് എന്ന് പോലെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവിടെ ഫീസ് അടയ്ക്കേണ്ടത് എത്രയാണെന്നുള്ള ടോട്ടൽ ഫീസും നിങ്ങളിപ്പോൾ ടോക്കൺ അഡ്വാൻസ് 2000 രൂപ അടച്ചത് അവിടെ കാണാൻ പറ്റും. ഇനി എത്രയാണ് ഇപ്പോൾ അടയ്ക്കേണ്ടത് എന്നുള്ളതുകൂടെ കാണാൻ പറ്റും. സാധാരണ 8000 രൂപയാണ്, അങ്ങനെ 10000 രൂപയാണ് ഇപ്പോൾ അടച്ചു നിർത്തേണ്ടത്. റിമൈനിങ് എമൗണ്ട് നിങ്ങൾക്ക് കോളേജിൽ അടയ്ക്കേണ്ടതാണ്. അത് ഇപ്പോൾ വേണ്ട, അടുത്ത അലോട്ട്മെന്റിലോട്ട് എത്തുമ്പോഴത്തേക്ക് മതി. ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം വെക്കുക. എന്നിട്ട് കോളേജുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ എന്നാണ് അവിടെ ചെല്ലേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. വേറെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് റിയൽ ആയിട്ടുള്ളത് ഇപ്പോഴാണ് എത്തിയേക്കുന്നത്. അപ്പൊ എല്ലാവരും ഓപ്പൺ ആക്കി നോക്കുക. ഇനി നിങ്ങൾക്ക് പേരൊന്നുമേ വന്നിട്ടില്ല, നിങ്ങളുടെ പേരൊന്നും ഇല്ല എങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റാങ്ക് കറക്റ്റ് ഇപ്പൊ 40 ഒരു കോളേജിൽ 40,000 ലാസ്റ്റ് റാങ്ക്, നിങ്ങളുടെ 42,000 ആ കമ്പ്യൂട്ടർ സയൻസിന്റെ വെച്ച് വന്നേക്കുന്നെങ്കിൽ നിങ്ങളുടെ പേര് വരത്തില്ല. 40,000 വരെ അവിടെ ഇപ്പൊ വിളിച്ചിട്ടുള്ളൂ എന്നർത്ഥം. 42,000 ഒന്നും എത്തിക്കാണത്തില്ല കേട്ടോ. അപ്പം ലാസ്റ്റ് റാങ്ക് അവിടെ ഒരു കോളേജിന്റെ 40,000 ആണെങ്കിൽ 40,000 മാത്രമേ ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞവർക്ക് ഇപ്പൊ അലോട്ട്മെന്റ് നിങ്ങളുടെ പേര് കാണാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ കോളേജിന്റെ ലാസ്റ്റ് റാങ്ക് ഓരോ ബ്രാഞ്ചിന്റെയും നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എല്ലാവരും നോക്കിയൊന്ന് ചെക്ക് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമ്മളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പടിപടിയായിട്ട് എത്തിച്ചിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.